മുഖ്യമന്ത്രിക്കെതിരെ പോരുമുറുക്കി കോൺഗ്രസിൽ ഒരു വിഭാഗം. വിമർശനം ആശയപരമെന്നും തുടരുമെന്നും ജിൻഡോ ജോൺ. നടപടിയെടുക്കുന്നുവെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ വേണമെന്നും വാദം. തിരുത്തൽ തുടരുമെന്ന് അലോഷ്യസ് സേവ്യർ. ജിൻഡോയെയും VR അനൂപിനെയും മാധ്യമ വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കാൻ KPCCക്ക് കത്ത്. മുഖ്യമന്ത്രിയെ പിന്തുണച്ച് റോജി M ജോൺ. അലോഷ്യസിന് മുഖം നൽകാതെ VD സതീശൻ. ടാറ്റ നിക്ഷേപ വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. അഭിമുഖത്തിൽ സൂചിപ്പിച്ചത് മിഷൻ സമുദ്രയ്ക്ക് ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപമെന്ന് വാർത്താക്കുറിപ്പ്. മുഖ്യമന്ത്രി എട്ടുകാലി മന്മൂഞ്ഞാകരുതെന്ന് മുൻമന്ത്രി P രാജീവ്. ബുദ്ധിജീവിയായില്ലെങ്കിലും കുറച്ച് ബുദ്ധിയെങ്കിലും കാണിക്കണം. മിഷൻ സമുദ്രയിലേതെന്ന് അവകാശപ്പെടുന്നത് കഴിഞ്ഞ വർഷത്തെ ഇൻവെസ്റ്റ് കേരളയിൽ ടാറ്റ അവതരിപ്പിച്ച പദ്ധതിയെന്നും രാജീവ്. MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയുണ്ടാകില്ല. വകുപ്പ് തല അന്വേഷണത്തിലേക്ക് കടന്നേക്കുമെന്ന് സൂചന. വിശദീകരണം തേടാനും സാധ്യത. ഗൺമാന്റെ മർദ്ദനമേറ്റ തോമസ് LM MLAയും അജയ് ജുവൽ കുര്യാക്കോസും മുഖ്യമന്ത്രിയെ കാണും. കുതിച്ചുപാഞ്ഞ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഹരിയാനയിലെ ജിന്ദിനും സോനിപത്തിനുമിടയിൽ സർവീസ്. ഹൈഡ്രജൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗതാഗതമെന്ന അപൂർവ നേട്ടത്തിൽ ഇന്ത്യയിൽ. വൈദ്യുതി നിയന്ത്രണം തുടരും. സംസ്ഥാനം കടുത്ത വൈദ്യുത പ്രതിസന്ധിയിലെന്ന് മന്ത്രി. ദീർഘകാലാടിസ്ഥാനത്തിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നും സണ്ണി ജോസഫ്. പ്രതിസന്ധി നേരിടാൻ സർക്കാർ തയ്യാറെടുപ്പ് നടത്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. അപ്രതീക്ഷിത കറണ്ട് കട്ട് മൂലം അത്യാസന്ന നിലയിലുള്ള രോഗി മരിച്ചതായി പരാതി. സംസ്ഥാനത്ത് 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തൃശൂരിൽ തീവ്ര മഴ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. കനത്ത കാറ്റിന് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ്. കുവൈറ്റിനെയും ബഹ്റൈനെയും ആക്രമിച്ച് ഇറാൻ. കുവൈറ്റിലെ വൈദ്യുതി ഉൽപാദന ജലശുദ്ധീകരണ പ്ലാന്റിൽ തീപിടുത്തം. വൈദ്യുതി ഉൽപാദന യൂണിറ്റുകളെ ബാധിച്ചു. ബഹ്റൈന് നേരെയും വ്യോമാക്രമണം.